ഹായ് ഓൾ. ഒരു വൺ ഡേ ട്രിപ്പ് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മളെ കുട്ടീസിനൊക്കെ ബാക്ക് ടു സ്കൂൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ജൂൺ 1 ഒക്കെ ആയപ്പോഴത്തേനും സ്കൂൾ ഓപ്പൺ ആയില്ലേ. നമ്മുടെ കുട്ടീസിന് ഇനി ജൂൺ 8 സ്കൂൾ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാം വാങ്ങിച്ചതെന്ന്. അവിടെ എത്തുന്നവരെ ഓരോരുത്തർക്കും അവരവരായിട്ടുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു ഗൈസ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും സ്വഭാവം മാറാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ്. കാരണം നമുക്ക് തന്നെ ഇഷ്ടമാവുന്ന ഓരോ ബാഗുകളും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിലെയൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരുപാട് ബാഗുകൾ അവിടെ ഉണ്ടായിരുന്നു. എൽസ ആണെങ്കിലും സിൻഡ്രൽ ബോയ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ബാഗുകളുണ്ടായിരുന്നു. സ്പൈഡർമാൻ, പിന്നെ മറ്റേ കാറിൻ്റെ ഒക്കെ അതേ പിക്ചറുള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും എൻ്റെ മോക്കാണെങ്കിൽ ആദ്യം എൽസ വേണമെന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ച സിൻഡ്രല്ലയുടെ ബാഗ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ അല്ലാതെ എൻ്റെ അനിയത്തിക്ക് നോക്കിയപ്പോഴത്തേനും ആൾക്ക് യൂണിക്കോണിൻ്റെ ബാഗ് മതിയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ആക്കും സിൻഡ്രല്ലയുടെ ബാഗ് മതി. എൻ്റെ അനിയനിക്ക് സ്പൈഡർമാൻ്റെ ബാഗ് മതി എന്ന് പറഞ്ഞു. പിന്നെ ആൾ നോക്കിയപ്പോൾ കാറിൻ്റെ ബാഗ് അവിടെ കിടക്കുന്നു. ആർക്കും കാറിൻ്റെ ബാഗ് മതി. അങ്ങനെ എല്ലാവരും മാറി വേറെ ബാഗുകൾ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത ബാഗുകളൊക്കെ ഓരോരുത്തരൊക്കെ അങ്ങനെ ഇട്ട് നോക്കാൻ തുടങ്ങി. എൻ്റെ അനിയനിക്കാണെങ്കിൽ കാറിൻ്റെ ബാഗ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ്റെ ബാഗ് കൊടുത്തങ്ങ് പറ്റിച്ചു. എനിക്ക് ബാഗുകളൊക്കെ സെലക്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അനിയത്തിയുടെ ബാഗാണ് ഗൈസ്. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് മുമ്പ് തൊട്ട് എനിക്ക് യൂണിക്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബാഗ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ 3 പേർക്കും 3 സൈസിലായിട്ടുള്ള റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരേപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 3 പേരും അടിയാവുന്നത് കൊണ്ട് 3 പേരും 3 പേർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള റെയിൻകോട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ച റെയിൻകോട്ടെല്ലാം ഇട്ട് നോക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയേ. എല്ലാവരും നല്ല ഹാപ്പിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഞാൻ ഒട്ടും ഹാപ്പിയല്ല. കാരണം ഞാൻ രാവിലെ മുതൽ പട്ടിണിയാണ്. എൻ്റെ എനർജി പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് വല്ലതും പോവണ്ടേ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തി. പെരുന്നാളായതുകൊണ്ട് ചിക്കനും മട്ടനും കുട്ടനും എല്ലാം കൂടെ തിന്നിട്ട് മത്തടിച്ചിരിക്കുന്ന എൻ്റെ മുമ്പിലോട്ട് ചോറും മീൻകറിയും മോരുകറിയും എല്ലാം കൂടെ വെച്ച് തന്ന എന്തായിരിക്കും ഗൈസ് അവസ്ഥ. ഇത്രയും ടയേർഡായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചോറും അവിയലും പയറും മോരുകറിയും മീൻകറിയൊക്കെ നമ്മളെ മുമ്പിൽ കൊണ്ട് വെച്ചെന്ന ആരാണ് ഗൈസ് വേണ്ടാന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ വൺ ഡേ ട്രിപ്പും കഴിഞ്ഞിട്ട് രാവിലെ ഒരു വകയും കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് നമുക്ക് ചോറ് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. 2-3 ദിവസമൊക്കെ പട്ടിണി കിടന്നിട്ട് വന്നതിൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രാമത്തോട്ട് പോയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആവാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേനും എൻ്റെ അനിയനിക്കൊരാഗ്രഹം ഉമ്മയൊന്ന് ഡ്രൈവ് ചെയ്യണമെന്ന്. ഉമ്മി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം ഒരു 1.5 വർഷമായിട്ട് ആളങ്ങനെ വണ്ടിയൊന്നും ഓടിക്കുന്നില്ല. പിന്നെ കുറച്ച് നേരം ഉമ്മയുടെ ഡ്രൈവിംഗ് ഇരുന്ന് കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു സോഡ ലൈമും കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.